നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്ന് പറയാനായി പോകുന്ന കഥ സൗത്ത് പോ എന്ന അമേരിക്കൻ ചലച്ചിത്രത്തിന്റേതാണ്. കഥ ആരംഭിക്കുന്നത് തന്നെ ബോക്സറായിട്ടുള്ള ബില്ലി എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ദ ഗ്രേറ്റ് എന്ന വിളിപ്പേരിലായിരുന്നു ബില്ലി അറിയപ്പെട്ടിരുന്നത്. നിലവിൽ ലൈറ്റ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ടുള്ള ബില്ലി അന്ന് തന്റെ 43ാമത്തെ മാച്ച് എതിരാളിയായ ബോക്സർ ഡേറിയസ് ജോൺസിനെതിരെ പൊരുതുവാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അതുവരേക്കും 42 മാച്ചുകളിൽ ബില്ലി മത്സരിച്ചിട്ടുണ്ട്. ഒന്നിൽ പോലും ഇന്നുവരേക്കും അയാൾ പരാജയപ്പെട്ടിട്ടില്ല. ഒരു സൗത്ത് പോ ബോക്സറായി, ലെഫ്റ്റ് ഹാൻഡഡ് ബോക്സറായിട്ടാണ് ബില്ലി അറിയപ്പെടുന്നത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് തയ്യാറായി കഴിഞ്ഞതിന് പിന്നാലെ അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് മുഴുവൻ ബില്ലിയെ ഭാര്യയ്ക്കൊപ്പം തനിച്ചാക്കി പുറത്തേക്ക് പോയി. ബില്ലിയുടെ ഭാര്യ മോറിൻ ബില്ലിയെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. ബില്ലിയും മോറിനും അനാഥരായിരുന്നു. രണ്ടുപേരും പിന്നീട് കണ്ടുമുട്ടി വിവാഹിതരായവരാണ്. അധികം വൈകാതെ ബില്ലിയും ജോൺസും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കുന്നു. 10 റൗണ്ടുകളോളം പിന്നിട്ടിരുന്നു. ജോൺസിന്റെ ശക്തമായ പഞ്ചുകൾ കൊണ്ട് ബില്ലി അല്പം സ്ട്രഗിൾ ചെയ്യാൻ ആരംഭിച്ചു. കാര്യം കുറെ രക്തമൊക്കെ ബില്ലിയുടെ ശരീരത്തിൽ നിന്ന് വീണെങ്കിലും ജോൺസിനെതിരെ ശക്തമായി പിടിച്ചു നിൽക്കുവാൻ ബില്ലി ശ്രമിച്ചു. പതിയെയാണെങ്കിലും ബില്ലി ഒടുവിൽ ജോൺസിനെ തറപറ്റിക്കുകയാണ്. മൗറീനും അത് കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കാര്യം വിജയിച്ചെങ്കിലും വളരെ ശക്തമായ ഫൈറ്റ് ആയതുകൊണ്ട് ബില്ലിക്ക് അല്പം പരിക്കുകളേറ്റിരുന്നു. കണ്ണിന്റെ ഭാഗത്തും വായിലുമൊക്കെ പരിക്കേറ്റ് അവൻ ചോര തുപ്പാൻ തുടങ്ങി. ഇതൊക്കെ മൗറീനെ അസ്വസ്ഥയാക്കുന്നുമുണ്ട്. ആ മാച്ചിന് ശേഷം ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ബില്ലിയും മൗറീനും മാനേജേഴ്സുമൊക്കെ പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. ആ സമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന മിഗ്വേൽ എസ്കോബാർ എന്ന പേരുള്ള അപ്കമിംഗ് ആയിട്ടുള്ള ഒരു ബോക്സർ പയ്യൻ ബില്ലിക്കടുത്ത് കാണികൾക്കിടയിൽ നിന്നും വിളിച്ചു പറഞ്ഞു തന്റെ ഒപ്പം റിങ്ങിൽ ഫൈറ്റ് ചെയ്യുവാൻ. നല്ലൊരു ഫൈറ്ററെ ബില്ലി ഇതുവരെ എതിരിട്ടിട്ടില്ല, അതുകൊണ്ടാണ് പരാജയപ്പെടാതെ ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ബില്ലിയെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു മിഗ്വേലിന്റെ പ്രകോപനം. പക്ഷേ ബില്ലി വിദഗ്ധമായി അതിന് മറുപടിയൊന്നും കൊടുക്കാതെ ഒഴിഞ്ഞുമാറി. പക്ഷേ ബില്ലിക്ക് വലിയ ക്ഷോഭമുണ്ടായിരുന്നു. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് പുറത്തേക്കെത്തിയ ബില്ലി ഏറെ ക്ഷോഭത്തോടെ തന്റെ മാനേജർ ജോർദാൻ അടുക്കൽ മിഗ്വേലിനെതിരെ ഒരു ഫൈറ്റ് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടേയുള്ളൂ. അതിന്റെ പരിക്കുകൾ ഭേദമാവാൻ തന്നെ കുറച്ചാഴ്ചകൾ വേണം. ബില്ലി ഒരിക്കലും അതിന് റെഡിയല്ല എന്ന് ജോർദാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ജോർദാൻ ബില്ലിയെ തടയുകയാണ്. മാനേജറും ഏജന്റുമായ ജോർദാൻ എതിരെ നിൽക്കുവാനും ബില്ലിക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് ജോർദാന്റെ വാക്കുകൾ അനുസരിച്ച് ക്ഷോഭത്തോടെയെങ്കിലും ബില്ലി അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ബില്ലിയെ കാത്ത് ബില്ലിയുടെ പ്രിയപുത്രി ലൈലയുണ്ട്. കൊട്ടാര സമാനമായൊരു വീടായിരുന്നു അവരുടേത്. ബില്ലി നേരെ മകളുടെ അടുത്തേക്കെത്തി. ബില്ലിയുടെ മകൾ ലൈല എപ്പോഴും അച്ഛന്റെ ഫൈറ്റ് കാണണം എന്ന് പറയും. പക്ഷേ റിങ്ങിൽ അച്ഛൻ തല്ലുകൊള്ളുന്നതും മുഖത്ത് ചോരയിട്ടുന്നതും ഒക്കെ കണ്ട് മകൾ വല്ലാതെ ബുദ്ധിമുട്ടുമെന്നും അത് മകളുടെ മാനസിക നിലയെ തന്നെ ബാധിക്കും എന്നും പറഞ്ഞ് അന്നുവരേക്കും മകളെ ബോക്സിങ്ങിന് ബില്ലി കൊണ്ടുപോവാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാച്ചിന്റെ വിജയം അത്രമേൽ മികവുറ്റതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പിറ്റേന്നുണർന്ന ബില്ലി തന്റെ അസിസ്റ്റന്റുകൾക്ക് ഒരു വാച്ച് തന്നെ സമ്മാനമായി കൊടുക്കുകയാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ചായിരുന്നു അത്. ബില്ലിയുടെ അസിസ്റ്റന്റുകളൊക്കെ അതിലേറെ സന്തോഷിക്കുന്നുമുണ്ട്. പുറത്തേക്കെത്തിയ ബില്ലി നേരെ പുറത്തുണ്ടായിരുന്ന ഭാര്യ മോറീന്റെ അടുത്തേക്ക് എത്തി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ജോർദാൻ മോറീനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ബില്ലി അങ്ങോട്ടേക്ക് എത്തിയതും ജോർദാൻ ബില്ലിക്കടുത്ത് താൻ വന്ന കാര്യം പറഞ്ഞു. വളരെ മികച്ച ഒരു ഫൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നല്ല വരുമാനവും അതിൽ നിന്ന് കിട്ടും. ടോപ്പ് ക്ലാസ് ബോക്സറോടാണ് ബില്ലി മത്സരിക്കുക. പക്ഷേ ബില്ലി അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. താനതിന് സമ്മതിക്കണമെങ്കിൽ ആദ്യം ജോർദാൻ മിഗ്വേലിനെതിരെ ഒരു ഫൈറ്റ് അറേഞ്ച് ചെയ്യണം എന്ന് ബില്ലി ആവശ്യപ്പെട്ടു. പക്ഷെ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ ജോർദാൻ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞ് ബില്ലിയെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. അന്ന് വൈകിട്ട് ഒരു ഫണ്ട് റൈസിംഗ് ഇവന്റ് ഉണ്ടായിരുന്നു. മോറീനും ബില്ലിയും അതിൽ പങ്കെടുത്തു. ഒരു ഓർഫനേജുമായി ബന്ധപ്പെട്ട ഫണ്ട് റൈസിംഗ് ഇവന്റ് ആണ്. ഒരു അനാഥനായിരുന്നിട്ട് അനാഥത്വത്തിൽ നിന്ന് തന്നെ വളർന്ന് അത്രമേൽ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയാണ് താനെന്നും അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഇവന്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ എന്ന തരത്തിലൊക്കെ ബില്ലി സംസാരിക്കുകയാണ്. ഈ കാണുന്നതൊന്നും താൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ലെന്നും തന്നെ സപ്പോർട്ട് ചെയ്ത് തന്റെ ഭാര്യ മോറീനും മകൾ ലൈലയും മാനേജർ ജോർദാനും എപ്പോഴും കൂടെയുണ്ടായിരുന്നു എന്നും നന്ദി സൂചകമായി ബില്ലി ഓർക്കുന്നുമുണ്ട്. അതേ ഫണ്ട് റൈസിംഗ് ഇവന്റിൽ മിഗ്വേലും സംഘവും കൂടി ഉണ്ടായിരുന്നു. എങ്ങനെയും ബില്ലിയെ ചലഞ്ച് ചെയ്ത് ബില്ലിക്കെതിരെ ഒരു ഫൈറ്റ് സംഘടിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു മിഗ്വേലിന്റെ ലക്ഷ്യം. അന്നത്തെ പാർട്ടി കഴിഞ്ഞ് ബില്ലിയും മോറീനും പോവാൻ നേരം ബില്ലിക്ക് അടുത്തെത്തി ബില്ലിയെ പുച്ഛിച്ച് വീണ്ടും ഒരു ഫൈറ്റ് സംഘടിപ്പിക്കാൻ മിഗ്വേൽ ശ്രമിക്കുകയാണ്. പക്ഷേ ഇത്തവണത്തെ വാക്കുകൾ കൂടുതൽ കടുപ്പമേറിയതായിരുന്നു.
നിൽക്കുകയായിരുന്നു. മിഗ്വേലിന്റെ പറച്ചിൽ കേട്ടതും ബില്ലി വല്ലാതെ ക്ഷുഭിതനാകുന്നുണ്ട്. മോറീനും ജോർദാനും അതിനെ അവഗണിക്കാൻ പറഞ്ഞെങ്കിലും ഏറെ ക്ഷുഭിതനായ ബില്ലി നിയന്ത്രണം നഷ്ടപ്പെട്ട് മിഗ്വേലിനെ അവിടെ വെച്ച് ഇടിക്കുകയാണ്. ആ സമയം ബില്ലിയുടെ അസിസ്റ്റന്റും സഹോദരനും കൂടിയായ ഹെക്ടർ ഉടനതൊക്കെ അവസാനിപ്പിക്കുവാൻ വേണ്ടി തന്റെ തോക്ക് പുറത്തെടുത്തു. പിന്നാലെ നടന്ന കലാപത്തിൽ ഒരു വെടിയൊച്ചയും മുഴങ്ങിക്കേട്ടു. പെട്ടെന്ന് ഏവരും ഒന്നിനെട്ടി പിന്മാറി. തന്റെ കൺമുമ്പിൽ കണ്ട കാഴ്ച കണ്ട് ബില്ലിയാകെ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. വെടിയുണ്ട ഏറ്റിരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മോറീനാണ്. വെടിയുണ്ട പുറപ്പെട്ടിരിക്കുന്നതോ തന്റെ അസിസ്റ്റന്റും സഹോദരനുമായ ഹെക്ടറുടെ തോക്കിൽ നിന്നും. ഏവരും ചിന്തിച്ചത് അങ്ങനാണെങ്കിലും സത്യം അതായിരുന്നില്ല. വെടിവെച്ചത് മിഗ്വേലിന്റെ കൂടെയുണ്ടായിരുന്ന ഒരുത്തനായിരുന്നു. മിഗ്വേൽ അത് തിരിച്ചറിയുകയും ചെയ്തു. പക്ഷേ ഏവരും കണ്ടിരിക്കുന്നത് ഹെക്ടറിനെ ആണല്ലോ. അതുകൊണ്ട് ഭയന്ന ഹെക്ടർ തോക്കുമെടുത്ത് അവിടെ നിന്ന് ഓടുകയാണ്. ബില്ലി പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്തെത്തി അവളെ താങ്ങിപ്പിടിച്ചു. അധികം വൈകാതെ ചോര വാർന്ന് മോറീൻ കൊല്ലപ്പെട്ടു. അധികം വൈകാതെ ആകെ തകർന്നുപോയ ബില്ലിയെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ചോദ്യം ചെയ്യുകയാണ്. ഹെക്ടറിനെതിരെയായിരുന്നു ചോദ്യങ്ങളൊക്കെ തിരിഞ്ഞിരുന്നത്. ഹെക്ടറിന്റെ പക്കൽ പിസ്റ്റൾ ഉണ്ടായിരുന്നോ എന്ന് ബില്ലിയോട് അവർ ചോദിക്കുന്നുമുണ്ട്. പിന്നെ കണ്ടെത്തിയ കാര്യങ്ങൾ അവർ ബില്ലിയോട് പറയുകയും ചെയ്തു. ഹെക്ടറിന്റെ പിസ്റ്റൾ ഞങ്ങൾ കണ്ടെത്തി, പക്ഷേ അതിൽ എല്ലാ ബുള്ളറ്റ്സും ഉണ്ടായിരുന്നു. അധികം വൈകാതെ മോറിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. ഏറെ ദുഃഖത്തോടെ ബില്ലി ആ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ട ഭാര്യയുടെ മരണം ബില്ലിയെ വലിയ ഡിപ്രഷനിലേക്ക് തള്ളിവിടുകയായിരുന്നു. പതിയെ പതിയെ ബില്ലി മയക്കുമരുന്നിന് അടിമയാവാൻ തുടങ്ങി. മാത്രമല്ല തന്റെ ഭാര്യയുടെ കൊലപാതകിയെ കണ്ടെത്താൻ സാധിക്കാത്തതും ബില്ലിയെ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ തോക്കുമെടുത്ത് മിഗ്വേലിനെയും ഹെക്ടറെയും കണ്ടെത്തി ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് ബില്ലി വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. പക്ഷേ ബില്ലിയുടെ സുഹൃത്തായ ജോൺ ബില്ലിയെ തടയാൻ നിന്നു. അത്തരത്തിൽ പോയി എന്തെങ്കിലും അവൻ പ്രവർത്തിച്ചാൽ അതവന്റെ കരിയർ തന്നെ ഇല്ലാതാക്കും എന്ന് ജോൺ വാൺ ചെയ്തു. പക്ഷെ അതൊന്നും ചെവികൊള്ളാനുള്ള മാനസികാവസ്ഥ ബില്ലിക്കുണ്ടായിരുന്നില്ല. ബില്ലി നേരെ ഹെക്ടറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെട്ടു ചെന്നു. അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ അപ്പാർട്ട്മെന്റിൽ ഹെക്ടർ ഉണ്ടായിരുന്നില്ല. ഹെക്ടറിന്റെ ഭാര്യ മരിയ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഹെക്ടറെ കണ്ടിട്ട് കുറെ ദിവസമായി എന്ന് മരിയ ബില്ലിയോട് പറഞ്ഞു. മാത്രമല്ല വിശന്നു വലഞ്ഞ ഹെക്ടറുടെ മക്കളെ കൂടി കണ്ടതോടെ ഹെക്ടർ അവിടില്ലെന്ന കാര്യം ഉറപ്പിച്ച് ബില്ലി അവിടെ നിന്ന് ദുഃഖത്തോടെ തിരികെ പോരുകയാണ്. അടുത്ത ദിവസം ബില്ലിയെ കാണുവാൻ അക്കൗണ്ടന്റ് ക്രിസ്റ്റും മാനേജർ ജോർദാനും എത്തിയിരുന്നു. ബില്ലിയുടെ പ്രവൃത്തികളും മയക്കുമരുന്ന് അഡിക്ഷനും ഒക്കെ കാരണം ബില്ലിക്ക് അതിനോടകം വലിയൊരു തുക കടമൊക്കെ വന്നു ചേർന്നിരുന്നു. കടം തിരിച്ചടയ്ക്കുവാൻ, കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ബില്ലിയുടെ വീട് വിൽക്കുവാൻ അക്കൗണ്ടന്റ് നിർദ്ദേശിക്കുകയാണ്. ബില്ലിയുടെ ആ അവസ്ഥയിൽ ജോർദാനും വലിയ ദുഃഖമുണ്ടായിരുന്നു. ഒന്നില്ലേലും ബില്ലിയുടെ മാനേജർ ആണല്ലോ ജോർദാൻ. അതുകൊണ്ട് തന്നെ ആ കടക്കിണിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനും തൽക്കാലത്തേക്കൊക്കെ ഒന്ന് പിടിച്ചു നിർത്തുവാനും വേണ്ടി ബില്ലിക്ക് വേണ്ടി ജോർദാൻ ഒരു ഫൈറ്റ് അറേഞ്ച് ചെയ്യാം എന്ന് പറയുന്നു. കാലിൽ ടുറേ എന്ന് പേരുള്ള ഒരു യങ് ബോക്സറുമായിട്ടായിരുന്നു ബില്ലിയുടെ ഫൈറ്റിന് കോൺട്രാക്ട് ചെയ്യപ്പെട്ടത്. താനാകെ വീക്കാണ് എന്നറിയാവുന്ന ബില്ലി ആദ്യം അതിന് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും തന്റെ മകൾക്കിപ്പോൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമാണെന്നും കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകും എന്നുകൂടി തിരിച്ചറിയുന്നതോടെ ബില്ലി അതിന് സമ്മതിക്കുകയാണ്. അധികം വൈകാതെ ആ ഫൈറ്റ് നടന്നു. പക്ഷെ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ശക്തമായ ഫൈറ്റിൽ ബില്ലിക്ക് വലിയ തോതിൽ പരിക്കേക്കുന്നുണ്ട്. ആദ്യ റൗണ്ടുകളിൽ തന്നെ കാലിൽ ടൂറായി വലിയ മേൽക്കൈ നേടി. ബില്ലിയുടെ കണ്ണുകൾക്ക് സമീപം ശക്തമായി പഞ്ച് ചെയ്ത അവൻ ബില്ലിയുടെ കാഴ്ചയെ തന്നെ അവതാളത്തിലാക്കുന്ന രീതിയിലെത്തിച്ചു. തുടർ ഫൈറ്റ് ചെയ്യുവാൻ എഴുന്നേറ്റ് നിന്ന ബില്ലി കൃത്യമായി കാണാൻ പറ്റാതെ ഒരു പഞ്ച് ചെയ്തപ്പോൾ അതുകൊണ്ടത് റഫറിക്കായിരുന്നു. റഫറിയുടെ മൂക്കുപൊട്ടി ചോര വന്നു. റഫറിയെ ഇടിച്ചിട്ടു എന്ന പേരിൽ ആ മാച്ച് ക്യാൻസൽ ചെയ്യപ്പെടുകയും ബില്ലി സസ്പെൻഡ് ചെയ്യപ്പെടുകയുമാണ്. ആ സംഭവത്തിന് ശേഷം ജോർദാൻ ബില്ലിയെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. റഫറിയെ ഇടിച്ചിട്ട് ബില്ലിയുടെ ആക്ഷൻ കാരണം സംഭവിച്ചേക്കാവുന്ന പരിണിത ഫലങ്ങളെപ്പറ്റി ബില്ലിയോട് അയാൾ പറയാൻ തുടങ്ങി. ബില്ലിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു കൊല്ലത്തേക്കാണ്. മാത്രമല്ല റൂൾ തെറ്റിച്ചതിനാലും ഫൈറ്റിനിടയിൽ പ്രശ്നം തീർത്തതിനാലും റഫറിയെ അടിച്ചിട്ടതിനാലും വലിയൊരു ഫൈൻ തുക തന്നെ ബില്ലിക്ക് തിരിച്ചടയ്ക്കണം. മാച്ചിൽ നിന്ന് കിട്ടുന്ന തുകയേക്കാളും വളരെ വലിയ തുകയാണത്. ബില്ലിയുടെ പ്രശ്നം കൊണ്ട് മാച്ച് ക്യാൻസൽ ആയതുകൊണ്ട് ബില്ലിയുടെ ഷെയർ കിട്ടുകയുമില്ല. ഉള്ള കടത്തിനുമേൽ ഇരുട്ടടി പോലെ അടുത്തതും വന്നെത്തുകയാണ്. ബില്ലിയുടെ കയ്യിലുള്ള മുഴുവൻ പണവും എടുത്താലും അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. ബില്ലിയോട് വീട് വിൽക്കുവാൻ ജോർദാൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ അവർ കോർട്ടിൽ പോയി വീട് ജപ്തി ചെയ്യപ്പെടും എന്നും പറഞ്ഞു. ബില്ലി ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബില്ലിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ജോർദാനോട് തനിക്ക് വേണ്ടി മറ്റൊരു ഫൈറ്റ് അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഒരു കൊല്ലം ബില്ലിക്ക് സസ്പെൻഷൻ ആണെന്നും ഒന്നും നടക്കില്ല എന്നും ജോർദാൻ പറയുകയാണ്. മാത്രമല്ല ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി അയാൾ ബില്ലിയോട് തുറന്നു പറഞ്ഞു. ബില്ലിയുടെ കോച്ചായിരുന്ന എലി ഫ്രോസ്റ്റും മാനേജറായിരുന്ന താനും ആ സ്ഥാനം ഉപേക്ഷിക്കുകയാണെന്നും തങ്ങൾ മിഗ്വേലിന്റെ കോച്ചെന്നും മാനേജറെന്നുമുള്ള സ്ഥാനം ഏറ്റെടുക്കുകയാണ് എന്നുമായിരുന്നു അത്. അതുകൂടി കേട്ടതോടെ ബില്ലി വല്ലാതെ ക്ഷുഭിതനാകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുവാനാണ്? മയക്കുമരുന്നടിച്ച് ബില്ലി തന്നെ
തന്നെ വരുത്തി കൂട്ടിയതായിരുന്നു അതൊക്കെയും. അവിടെ നിന്ന് പോരുന്ന വഴിയിൽ ബില്ലി വീണ്ടും ഹെക്ടറെ തിരഞ്ഞു. കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ചു. ഒടുവിൽ ഒരു ഘട്ടത്തിൽ ഏറെ ദേഷ്യം വന്ന് നിയന്ത്രണം വിട്ട് കാർ ഓടിച്ച് ബില്ലി വേഗത്തിൽ തന്റെ കാർ കൊണ്ടുവന്ന് വീടിന് മുന്നിലെ മരത്തിലേക്ക് ഇടിച്ചു കയറ്റുകയാണ്. ശബ്ദം കേട്ട് വീടിനകത്തുള്ള മകൾ ലൈല ഉണർന്നിരുന്നു. ലൈല പതിയെ താഴേക്കിറങ്ങി വന്ന് നോക്കുമ്പോൾ കണ്ടത് താഴെ ഹാളിലായി പരിക്കുകളോടെ വീണ് കിടക്കുന്ന അച്ഛൻ ബില്ലിയെയാണ്. ലൈല ഉടൻ തന്നെ ആംബുലൻസിനെ 911 കോൾ ചെയ്തു. അധികം വൈകാതെ അവർ എത്തിച്ചേരുകയും ബില്ലിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമുണ്ടായി. അവിടെ വെച്ചിട്ടായിരുന്നു ബില്ലിക്ക് ബോധം തെളിയുന്നത്. മകൾ ലൈലയെ പറ്റി തിരക്കിയപ്പോൾ ലൈലയെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസസിലേക്ക് CPSലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. ബില്ലിയുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ട ശേഷം ബില്ലി കോർട്ടിലേക്ക് ഹാജരാക്കപ്പെടുകയാണ്. CPS ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ് ഗവൺമെന്റ് ബില്ലിക്കെതിരെ അപ്പീലിന് പോയിരുന്നു. കുട്ടിയുള്ളപ്പോൾ കുട്ടിയെ നോക്കാതെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നടന്നതിനും ബില്ലിയുടെ ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനത്തിനുമെതിരെയായിരുന്നു അവർ കേസിന് പോയിരുന്നത്. തന്റെ മകളെ തിരികെ വേണം എന്ന് ബില്ലി ആവശ്യപ്പെട്ടെങ്കിലും കോർട്ട് അതിന് തയ്യാറായില്ല. ബില്ലി ചെയ്ത കുറ്റങ്ങൾക്ക് ബില്ലിക്ക് വേണ്ടി കോർട്ട് ശിക്ഷ വിധിച്ചു. മയക്കുമരുന്ന് ഉപയോഗം ഒക്കെ നിർത്തി 2 മാസത്തോളം ബില്ലി ജീവിച്ചാൽ ലൈലയ്ക്ക് വേണ്ടി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ മകളെ വിട്ടുകൊടുക്കുന്ന കാര്യം അനുവദിക്കാം. അതുവരേക്കും മകളെ വിസിറ്റ് ചെയ്യാനല്ലാതെ കൂടെ കൊണ്ടുപോവാൻ ബില്ലിക്ക് അനുവാദമില്ല എന്നതായിരുന്നു കോടതി വിധി. അതുവരേക്കും ലൈലയെ CPS സംരക്ഷിക്കും. വിചാരണ കഴിഞ്ഞ് ലൈലയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ബില്ലി ചെന്നെങ്കിലും ഉദ്യോഗസ്ഥർ അതിന് സമ്മതിച്ചില്ല. കോടതി വിധി തന്നെയുണ്ടല്ലോ, ഉദ്യോഗസ്ഥർക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. ബില്ലി തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അടുത്ത പ്രൊസീഡിംഗ്സും നടന്നു തുടങ്ങിയിരുന്നു. ബില്ലിയുടെ വീടടക്കം ജപ്തി ചെയ്യപ്പെട്ടു. അക്കൗണ്ടുകൾ ഫ്രീസ്ഡ് ആയിരുന്നു. കയ്യിൽ ഒന്നുമില്ലാതെ ബില്ലി തെരുവിലാക്കപ്പെടുകയാണ്. ബില്ലിയെ പിക്ക് ചെയ്യാൻ ആകെ എത്തിയത് കൂട്ടുകാരൻ ജോണായിരുന്നു. എല്ലാത്തിൽ നിന്നും മുക്തമാകുവാൻ ബില്ലി വീണ്ടും തന്റെ ബോക്സിംഗ് ട്രെയിനിങ് തുടങ്ങുവാനും ഒന്നേന്ന് ആരംഭിക്കുവാനും ബില്ലിയോട് ജോൺ പറയുകയാണ്. അങ്ങനായിരുന്നു വിൽസ് ജിമ്മിലേക്ക് ബില്ലി എത്തിച്ചേരുന്നത്. ടിക് വിൽസ് എന്ന പേരുള്ള ഒരു മുൻകാല ബോക്സർ നടത്തുന്ന ഒരു ജിമ്മാണത്. ടിക് വിൽസിന് ഒരു കണ്ണിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല. ടിക് വിൽസിന്റെ അവസാനത്തെ ഫൈറ്റിൽ നഷ്ടപ്പെട്ടതായിരുന്നു അത്. ബില്ലിയെപ്പറ്റി ടിക് വിൽസിന് നന്നായിട്ട് അറിയാമായിരുന്നു. മയക്കുമരുന്നിന് അടിമപ്പെട്ട് ബില്ലിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുവാൻ ടിക് വിൽസ് ഒരുക്കമായിരുന്നില്ല. തനിക്കൊരു കംബാക്ക് നടത്തണം, വീണ്ടും നല്ലൊരു ഫൈറ്ററായി മാറണം എന്നൊക്കെ ബില്ലി പറഞ്ഞെങ്കിലും ടിക് അത് ചെവികൊണ്ടില്ല. ബില്ലി നിരാശനായി. എന്നിരുന്നാലും ബില്ലി അടുത്ത ആവശ്യം ടിക്കിന്റെ മുമ്പിലേക്ക് വെച്ചു. ലൈലയെ തിരികെ കിട്ടണമെങ്കിൽ ബില്ലിക്ക് ഒരു ജോലി ആവശ്യമാണ്. അതുകൊണ്ട് ജിമ്മിൽ എന്തെങ്കിലും ജോലി തരാമോ എന്ന് ബില്ലി ചോദിച്ചു. ടിക്ക് മുമ്പിലേക്ക് വെച്ചത് തൂപ്പുകാരന്റെ ജോലിയായിരുന്നു. ടോയ്ലറ്റ് അടക്കം ബില്ലി ക്ലീൻ ചെയ്യണം. ബില്ലിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷുഭിതനായി ബില്ലി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയ ബില്ലി ചെറിയൊരു അപ്പാർട്ട്മെന്റ് താമസിക്കാൻ റെന്റിനെടുത്തു. അടുത്ത ദിവസം CPSലെത്തി മകളെ കാണുവാനുള്ള ആഗ്രഹം അവിടുത്തെ ഓഫീസറോട് ബില്ലി പങ്കുവെച്ചു. ഏഞ്ചല റിവേറ എന്നായിരുന്നു ആ ഓഫീസറുടെ പേര്. തന്റെ കാര്യങ്ങളൊന്നും ഓക്കെ ആയിട്ടില്ലെന്നും പക്ഷെ മകളെ ഒരു നോക്കൊന്ന് കാണണം എന്നും ബില്ലി അവരോട് കാലുപിടിച്ച് ആവശ്യപ്പെടുകയാണ്. ബില്ലിയോട് ഏറെ സഹതാപം തോന്നിയ ഏഞ്ചല മകളെ കാണുവാൻ ബില്ലിയെ അനുവദിക്കുന്നു. പക്ഷേ ലൈല ബില്ലിയെ കാണാൻ എത്തിയപ്പോൾ ലൈല വല്ലാതെ അപ്സെറ്റായി കാണപ്പെട്ടിരുന്നു. തന്റെ അച്ഛൻ ഒരു പ്രശ്നക്കാരനാണെന്നും അച്ഛൻ കാരണമായി ഇതൊക്കെ വന്നത് എന്ന് വലിയ ദേഷ്യത്തോടെ ലൈല അച്ഛനോട് പറഞ്ഞു. ലൈലയുടെ വാക്കുകൾ ബില്ലിയുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കുന്നതായിരുന്നു. തന്റെ പ്രവൃത്തികൾ, താൻ ചെയ്ത മണ്ടത്തരങ്ങൾ കുറ്റബോധമായി ബില്ലിയുടെ മനസ്സിൽ നിറഞ്ഞു. അന്ന് മിക്വേലുമായുള്ള ഫൈറ്റിന് താൻ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ തന്റെ ഭാര്യ മോറിൻ കൊല്ലപ്പെടില്ലായിരുന്നു എന്നുവരെ അയാൾ ചിന്തിച്ചു. ലൈലയെ തിരികെ വേണം എന്നാഗ്രഹിച്ച ബില്ലി വീണ്ടും ടിക് വിൽസിന്റെ അടുത്തെത്തുകയാണ്. തൂപ്പുകാരന്റെ ജോലി ടിക് വിൽസിൽ നിന്നും ബില്ലി ഏറ്റുവാങ്ങുന്നു. ടിക് വിൽസിന്റെ ജിമ്മിൽ ബില്ലി ജോലി നോക്കാൻ ആരംഭിച്ചു. ജിമ്മിൽ ജോലി നോക്കുന്ന സമയം ഹോപ്പി എന്നു പേരുള്ള ബോക്സറാവാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു പയ്യനെ ബില്ലി പരിചയപ്പെട്ടു. അവനുമായി ബില്ലി പെട്ടെന്ന് സൗഹൃദത്തിലായി. ഹോപ്പിയുമായി സംസാരിക്കുമ്പോൾ ഹോപ്പിയുടെ അച്ഛൻ ഒരു ചൂതുവെപ്പുകാരനാണെന്നും ചൂതുവെച്ച് പണം പോയി കഴിയുമ്പോൾ വീട്ടിൽ വന്ന് അമ്മയുമായി പ്രശ്നമുണ്ടാക്കി എന്നും അമ്മയെ തല്ലും, വീട്ടിലൊരു സമാധാനവുമില്ലെന്നൊക്കെ ഹോപ്പിയിൽ നിന്ന് തന്നെ ബില്ലി മനസ്സിലാക്കുകയാണ്. ബില്ലി അക്കാര്യങ്ങൾ ഹോപ്പിയുടെ മെന്ററായിട്ടുള്ള ടിക് വിൽസിനോട് ഷെയർ ചെയ്യുന്നുമുണ്ട്. ജിമ്മിൽ വർക്ക് ചെയ്യുന്നതിനൊപ്പം ബില്ലി ഇടയ്ക്കിടയ്ക്ക് ചൈൽഡ് സർവീസസിൽ പോയി മകൾ ലൈലയെ കാണാൻ ശ്രമിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ബില്ലിയെ കാണുവാൻ ലൈല കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം ബാറിൽ പോയപ്പോൾ അവിടെ ടിക്കിരുന്ന് വെള്ളമടിക്കുന്നത് ബില്ലി നോക്കിക്കാണുന്നുണ്ട്. ടിക്കിനടുത്ത് ചെന്ന് ബില്ലി സംസാരിച്ചു. ടിക്കിന്റെ ജീവിതത്തിലും ഒരു ഇരുണ്ട ഭൂതകാലമുണ്ട് എന്ന് ബില്ലി മനസ്സിലാക്കുന്നു. പക്ഷേ ബില്ലിയുടേതുപോലെ അത്ര മോശമായ ഒന്നായിരുന്നില്ല അത്. പിന്നാലെ ബില്ലി ടിക്കിനെടുക്കൽ മനസ്സ് തുറന്ന് സംസാരിച്ചു. തന്റെ ഭാര്യ മരണപ്പെട്ട
കേട്ട ശേഷം തനിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരികെ പോവാനോ ഒന്നുമായി താതാത്മ്യപ്പെടാനോ സാധിക്കുന്നില്ല എന്ന് ബില്ലി ദുഃഖത്തോടെ പറഞ്ഞു. മോറിയൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഓരോ ഫൈറ്റിലും താൻ വിജയിച്ചുകൊണ്ടുമിരുന്നത് എന്നായിരുന്നു ബില്ലി വിശ്വസിച്ചിരുന്നത്. ഒക്കെ മാറ്റിവെച്ച് മകളെ മാത്രം ചിന്തിച്ച് വീണ്ടും അവളുടെ ഭാവിക്ക് വേണ്ടി നീ ഉയർന്നു വരണം എന്നായിരുന്നു ടിക്കിന്റെ ഉപദേശം. ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും ജീവിതഗതിയിൽ ബില്ലി വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തിയിരുന്നു. മയക്കുമരുന്ന് ഉപയോഗവും എല്ലാം തന്നെ ബില്ലി അവസാനിപ്പിച്ചിരുന്നു. ബില്ലിയുടെ ഇംപ്രൂവ്മെന്റ് കൂടി ഫൈറ്റിംഗിൽ കണ്ടതോടെ ബില്ലിയുടെ കോച്ചാവാൻ ടിക്ക് പിന്നാലെ സമ്മതിക്കുകയാണ്. ഓൾറെഡി പ്രൊഫഷണൽ ബോക്സർ ആയിരുന്നതുകൊണ്ട് തന്നെ കൂടുതലായി ആദ്യഘട്ടം മുതലേ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ടിക്കിനുണ്ടായിരുന്നില്ല. ബില്ലിക്ക് അറിയാത്ത താൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ചില ഡിഫൻസീവ് ടെക്നിക്കുകളും മറ്റും ടിക്ക് ബില്ലിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഹെഡ് മൂവ്മെന്റ് ബോക്സിംഗ് കുറച്ചുനാൾ പ്രാക്ടീസ് ചെയ്തതിന് പിന്നാലെ ബില്ലി അതിൽ പൂർണ്ണമായും മികവ് തെളിയിച്ചിരുന്നു. ഒരു ദിവസം ചൈൽഡ് സർവീസസിലേക്ക് ബില്ലി വിളിക്കപ്പെട്ടു. മകൾ ലൈലയ്ക്ക് ഒരു അസൈൻമെന്റ് ഉണ്ട്, അതിൽ ലൈലയെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വധ. സന്തോഷത്തോടെ ബില്ലി അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. പക്ഷേ ലൈല അന്നും ബില്ലിയോട് ദേഷ്യപ്പെട്ടു. ചൈൽഡ് സർവീസസിലെ ജീവിതം ലൈലയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തന്നെ തിരികെ കൊണ്ടുപോവാൻ അച്ഛൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ലൈല അച്ഛനെ കുറ്റപ്പെടുത്തി. വീണ്ടും 2 മാസക്കാലം കടന്നുപോയി. ലൈലയുടെ കസ്റ്റഡിക്ക് വേണ്ടി ബില്ലി വീണ്ടും കോടതിയിലെത്തുകയാണ്. പക്ഷെ ബില്ലി അപ്പോഴും ലൈലയുടെ കസ്റ്റഡി ഏറ്റെടുക്കാൻ യോഗ്യനായിട്ടില്ലെന്നും 30 ദിവസ കാലാവധി കൂടി ടെസ്റ്റിനു വേണ്ടി ജഡ്ജ് അനുവദിക്കുകയാണ്. അതുവരേക്കും ലൈല ചൈൽഡ് സർവീസസിൽ തന്നെ തുടരട്ടെ എന്നായിരുന്നു ജഡ്ജിന്റെ വിധി. അടുത്ത ദിവസം ടിക്കിന്റെ ജിമ്മിലേക്ക് ഒരു ചാരിറ്റി പ്രൊമോട്ടർ വരികയാണ്. ചാരിറ്റിയുടെ ഭാഗമായി ബില്ലിയെ ഒരു ഫൈറ്റിൽ പങ്കെടുപ്പിക്കാം എന്നയാൾ വാഗ്ദാനം ചെയ്തു. ചാരിറ്റി ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ബോക്സിംഗ് ഫെഡറേഷന്റെയും മറ്റും ഒരു നിയന്ത്രണവും ബില്ലിക്ക് മേലിലില്ല. ബില്ലിയും അതിന് സമ്മതിക്കുകയാണ്. ആ സമയം അവിടെ ദുഃഖത്തോടെയിരിക്കുന്ന ഹോപ്പിയെയും ബില്ലി കാണുന്നുണ്ട്. ടിക്കിൽ നിന്നും ഹോപ്പിയുടെ അച്ഛൻ ഹോപ്പിയുടെ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് എന്ന വിവരം ബില്ലി മനസ്സിലാക്കി. അടുത്ത ദിവസം ലൈലയെ കാണുവാൻ ബില്ലി പോയി. അന്ന് ഉച്ച കഴിഞ്ഞ് താനൊരു ബോക്സിംഗ് മാച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ബില്ലി ലൈലയോട് പറഞ്ഞു. അത് കേട്ട് ലൈല ഏറെ സന്തോഷപ്പെടുന്നുണ്ട്. തനിക്കും അച്ഛന്റെ ഫൈറ്റ് കാണാൻ വരണം എന്നവൾ ആവശ്യപ്പെട്ടു. പക്ഷെ അത് വേണ്ടെന്നായിരുന്നു ബില്ലിയുടെ മറുപടി. അതോടെ ദേഷ്യപ്പെട്ട് ലൈല അവിടെ നിന്ന് പോവുകയാണ്. ഉച്ചതിരിഞ്ഞുള്ള മത്സരത്തിൽ ബില്ലി പങ്കെടുത്തു. റിട്ടയർഡായ ഒരു ബോക്സറിനെതിരെയായിരുന്നു ബില്ലിക്ക് മത്സരിക്കേണ്ടിയിരുന്നത്. അന്ന് കാണികൾക്കിടയിൽ ബില്ലിയുടെ പഴയ മാനേജർ ജോർദാനും ഉണ്ടായിരുന്നു. ആ ഫൈറ്റിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ബില്ലി വിജയിച്ചു. ജോർദാൻ അത് നോക്കിക്കാണുന്നുമുണ്ട്. ആ മാച്ചിന് ശേഷം ജോർദാൻ ബില്ലിക്കടുത്തെത്തി. ജോർദാൻ ഇപ്പോൾ മിഗ്വേലിന്റെ മാനേജർ ആണല്ലോ. കാലിൽ ടുറയെ പരാജയപ്പെടുത്തി മിഗ്വേൽ ആ അടുത്ത് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിരുന്നു. ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു മാച്ച് മിഗ്വേലും ബില്ലിയും തമ്മിൽ വെക്കാം എന്ന് ജോർദാൻ പറയുകയാണ്. പക്ഷേ 6 ആഴ്ചയ്ക്കുള്ളിൽ മാച്ച് നടക്കണം. സസ്പെൻഷന്റെയും മറ്റും കാര്യങ്ങൾ താൻ കൈകാര്യം ചെയ്തുകൊള്ളാം എന്നും ജോർദാൻ പറയുന്നുമുണ്ട്. ട്രെയിൻ ചെയ്യാനുള്ള സമയം പോലും 6 ആഴ്ച കൊണ്ട് ബില്ലിയുടെ മുമ്പിലില്ല എന്ന് ജോർദാൻ അറിയാമായിരുന്നു. മിഗ്വേലിന് അതിൽ തന്നെ മേൽക്കൈ കിട്ടും. അതായിരുന്നു ജോർദാൻ അത്തരമൊരു ഓഫർ ബില്ലിയുടെ മുമ്പിലേക്ക് വെച്ചത്. തനിക്ക് തിരിച്ചു വരാനും തന്റെ പ്രതാപം വീണ്ടെടുക്കാനും പറ്റിയൊരു അവസരമാണത് എന്ന് ബില്ലി നോക്കിക്കാണുകയാണ്. മാത്രമല്ല മിഗ്വേലിനോട് ബില്ലിക്ക് വലിയ വൈരാഗ്യവുമുണ്ട്. അതുകൊണ്ട് ആ ഓഫർ ബില്ലി സ്വീകരിക്കുന്നു. ടിക്കിനോട് തന്നെ ട്രെയിൻ ചെയ്യാൻ ബില്ലി പിന്നാലെ ആവശ്യപ്പെട്ടെങ്കിലും ബില്ലിയുടെ ഈ എനർജിയൊക്കെ മിഗ്വേലിനോടുള്ള ശത്രുത കൊണ്ടുള്ളതാണ്, അല്ലാതെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ളതല്ല എന്ന് പറഞ്ഞ് ടിക്ക് ഒഴിഞ്ഞു മാറുകയാണ്. ബില്ലിയെ ട്രെയിൻ ചെയ്യിക്കാൻ ടിക്ക് തയ്യാറാകുന്നേയില്ല. അടുത്ത ദിവസം ബില്ലി ജിം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കെ ടിക്ക് ക്ഷുഭിതനായി പഞ്ചിങ് ബാഗിൽ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നത് ബില്ലി നോക്കിക്കണ്ടു. ടിക്കിനടുത്തെത്തി ബില്ലി കാര്യം ചോദിച്ചു. ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു ടിക്കിൽ നിന്ന് ബില്ലി കേട്ടത്. ഹോപ്പിയുടെ അച്ഛൻ ഹോപ്പിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. അച്ഛനും അമ്മയും തമ്മിൽ പതിവ് പോലെ വഴക്ക് നടക്കുമ്പോൾ ഹോപ്പി തടയാൻ ശ്രമിച്ചതായിരുന്നു. അച്ഛൻ ദേഷ്യത്തിൽ തോക്കെടുത്ത് ഹോപ്പിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ആദ്യമേ തന്നെ ഹോപ്പിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഹോപ്പിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ടിക്ക് വേദനിച്ചുകൊണ്ടിരുന്നത്. ബില്ലി ടിക്കിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തുടർന്നുള്ള സംസാരത്തിൽ മനസ്സുമാറിയ ടിക്ക് ബില്ലിയെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ട്രെയിൻ ചെയ്യാൻ സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ബില്ലിയുടെ അടുത്ത ഹിയറിംഗ് വരികയായിരുന്നു. മകൾ ലൈലയെ വിട്ടുകിട്ടാൻ ബില്ലി വീണ്ടും കോടതിയിലെത്തി. അപ്പോഴേക്കും 1 മാസക്കാലം പിന്നിട്ടിരുന്നു. ബില്ലിയിൽ വന്ന മാറ്റങ്ങളും ഫൈറ്റ് ചെയ്യാനുള്ള ബില്ലിയുടെ ബാനടക്കം മാറിയതും കണ്ട് ജഡ്ജ് ലൈലയെ ബില്ലിക്കൊപ്പം പോവാൻ അനുവദിക്കുന്നു. അങ്ങനെ ലൈലയും ബില്ലിയും തന്റെ ചെറിയ അപ്പാർട്ട്മെന്റിൽ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുകയാണ്.
പറയുകയാണ്. അവരൊന്നിച്ച് അമ്മയുടെ കുഴിമാടത്തിൽ പോയി അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ വരാനിരിക്കുന്ന അച്ഛന്റെ ഫൈറ്റ് കാണണം എന്ന് ലൈല ആവശ്യപ്പെടുന്നുണ്ട്. ബില്ലി അതിന് സമ്മതിച്ചു. പിന്നീട് ടിക്കിന്റെ കീഴിൽ വളരെ കഠിനമായ പരിശീലനത്തിലേക്ക് ബില്ലി തിരിയുകയാണ്. കുറഞ്ഞ സമയമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ബില്ലിയെ അതിവിദഗ്ധമായി മികച്ച രീതിയിൽ ടിക്ക് ട്രെയിൻ ചെയ്തെടുത്തു. അങ്ങനെ ഫൈറ്റിന്റെ ദിവസവും എത്തി. ശക്തമായ ഫൈറ്റായിരുന്നു അന്നിറങ്ങിൽ അരങ്ങേറിയത്. ലൈല അവിടുത്തെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഫൈറ്റ് നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യഘട്ട റൗണ്ടുകളിലൊക്കെ ബില്ലിക്ക് ശക്തമായ ഫൈറ്റ് ഏറ്റുകൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് എഴുന്നേറ്റ് വന്ന ബില്ലി മിഗ്വേലിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തു. അങ്ങനെ തുടർന്നാൽ ബില്ലി വിജയിക്കുമെന്ന് കണ്ടതും മോറിന്റെ മരണത്തെപ്പറ്റി പറഞ്ഞ് ബില്ലിയെ ക്ഷുഭിതനാക്കാൻ മിഗ്വേൽ ശ്രമിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ക്ഷുഭിതനായി ബില്ലി നിയന്ത്രണം വിട്ട് പെരുമാറുന്നുമുണ്ട്. അത് കാണുന്ന ടിക് ബില്ലിയെ നിയന്ത്രിച്ചു. മിഗ്വേലിന്റെ കൺട്രോളിൽ അവൻ പെട്ടുപോകരുതെന്ന് പറഞ്ഞു. വീണ്ടും ശക്തമായ ഫൈറ്റ് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ തന്റെ മികച്ച നോക്കൌട്ട് പഞ്ചിലൂടെ ബില്ലി മിഗ്വേലിനെ അടിച്ചു താഴെ വീഴ്ത്തി. സമയം അവസാനിക്കുന്നതിന് 1 സെക്കൻഡ് മുമ്പ് മിഗ്വേൽ എഴുന്നേറ്റും വരികയാണ്. അതോടെ വിധിക്കായി ഏവർക്കും കുറച്ച് കാത്തു നിൽക്കേണ്ട വന്നു. മിഗ്വേലിനേക്കാൾ 3 പോയിന്റ് അധികം നേടി ബില്ലി ആ മാച്ച് വിജയിക്കുകയാണ്. ബില്ലി വീണ്ടും ലൈറ്റ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായി മാറി. ടിക്കും ലൈലയും ബില്ലിയുടെ ഫാൻസും അത്രമേൽ സന്തോഷിച്ചിരുന്നു. പിന്നീട് ലോക്കർ റൂമിൽ എത്തിയപ്പോൾ ബില്ലി തനിക്ക് കിട്ടിയ ബെൽറ്റ് എടുത്ത് ടിക്കിന് കൈമാറി. അത് ടിക്കിന്റെ ജിമ്മിൽ പ്രദർശിപ്പിക്കണമെന്നും ഇനി വരുന്ന ഫൈറ്റേഴ്സിന് അത് കൂടുതൽ പ്രചോദനം നൽകും എന്നും ബില്ലി ടിക്കിനോട് പറഞ്ഞു. ഡ്രസ്സിംഗ് റൂമിലേക്ക് പിന്നാലെ ലൈല ഓടിയെത്തുകയാണ്. തന്റെ അച്ഛനെ അവൾ കെട്ടിപ്പിടിച്ചു. ബില്ലിയെപ്പോലെ അച്ഛനെ കിട്ടിയതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നും അവൾ പറഞ്ഞു. ബില്ലിക്ക് അത്രമേൽ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ആ വിജയത്തിലൂടെ നഷ്ടപ്പെട്ട തന്റെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ ബില്ലി തിരികെ വരാൻ പോകുന്നു എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.